ഹലോ കൂട്ടുകാരെ, ലീല സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്നൊരു വിഷയം ഞാൻ പറയാൻ പോകുന്നത്, ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ഈ പാർക്കിൽ പോയി രാവിലെ മോർണിംഗ് വാക്കും ചെയ്ത് പിന്നെ യോഗയൊക്കെ ചെയ്തിട്ട് വരുന്ന ആ സമയങ്ങൾ, അതായത് ഞാൻ 6:30 ആകുമ്പോൾ പോകുന്നു, തിരിച്ച് വരുമ്പോൾ 8 മണിയാവും. വീടിനടുത്ത് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. 10 മിനിറ്റ് തന്നെ ഇല്ല. അടുത്ത് പാർക്കുണ്ട്, റെയിൽവേയുടെ പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഇവിടുത്തെ ആൾക്കാരാണ് എല്ലാവരും വരുന്നത്. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ചെല്ലുന്ന മലയാളിയായിട്ടുള്ളയാളെ. അപ്പം യോഗ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇരുന്ന് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുമൊക്കെ ഈ കൂടുതൽ ഫ്രണ്ട്സൊക്കെ ലേഡീസേ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രായമുള്ളവരുണ്ട്, എന്നെ പ്രായം കൂടിയവരുണ്ട്, എൻ്റെ പ്രായം കുറഞ്ഞവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും ഒക്കെ മുക്കാലും ഒക്കെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഉള്ള ജീവിതം നയിക്കുന്നവരാണ് ഈ മുക്കാലും പേര്. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും എല്ലാവരും. ഞങ്ങൾ അത്രയും ലേഡീസും എല്ലാം കൂടി അവനവൻ്റെ യോഗ അതിൽ ഇരുന്ന് കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങളെപ്പറ്റി ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പുറമേ ആരെയും ഒന്നും നമുക്ക് അറിയത്തില്ല. എല്ലാവരും കാണുമ്പോൾ എല്ലാവരും ചിരിച്ചു കാണിക്കും, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്, എല്ലാം ഇതാണ്. പക്ഷെ അവരിൽ ആ അമ്മമാരിലൊക്കെ എന്നെ ഉൾപ്പെടെ ഉള്ള അമ്മമാരിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ, വേദനകൾ സ്വന്തം പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള, കുടുംബത്തിൽ നിന്നുള്ളത് ഇപ്പോൾ അവർ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അടുത്ത ആളും ആ ആളിൻ്റെ വിഷമം പറഞ്ഞു തുടങ്ങും. അങ്ങനെ എൻ്റെ വിഷമം ഞാനും ഷെയർ ചെയ്യും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട് ലേഡീസുമായിട്ട്, യോഗ ചെയ്യാൻ വരുന്നവരുമായിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തിലൊക്കെ ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ചിലർ ജോലി, എന്നെ കണക്ക് ജോലിയൊക്കെ ജീവിതകാലം മൊത്തം ജോലി ചെയ്തിട്ട് റിട്ടയർ ആയവരെ, പിന്നെ ബാങ്കിൽ ജോലി ചെയ്തവരെ, അങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തിട്ട് റിട്ടയർ ആയിട്ടുള്ളവരെ, റിട്ടയർ ആകാത്തവരുണ്ട്. പിന്നെ ജോലിയൊന്നും ചെയ്ത കുടുംബത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന കുടുംബിനികളായിട്ടുള്ളവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്, ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പറയാനുള്ളത്, എല്ലാവരുടെയും വീട്ടിലെ കുടുംബങ്ങളിലെ അമ്മമാരെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. എല്ലാവരും തമ്മിൽ, ഞാൻ ഉൾപ്പെടെയുള്ള ഉരിഞ്ഞു വന്ന് തിരിഞ്ഞു വന്ന് അതിൻ്റെ അകത്തിലെ ഒരു സബ്ജക്റ്റ് ഇതാണ്. ടോട്ടലി അമ്മമാരെ ആർക്കും ഇപ്പോൾ ഇഷ്ടമില്ല. മക്കളെ കഷ്ടപ്പെട്ടു പഠിപ്പിച്ചു വലുതാക്കി, അവർ ജോലിക്കാരായി, അവർ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ അല്ലാതെയും ഒക്കെ കൊണ്ടുവന്ന് വിവാഹമായിട്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ മക്കൾക്കും അമ്മയെ വേണ്ട, മരുമക്കൾക്ക് വേണ്ട, പിന്നെ ഭർത്താവിനും ഒരു സുഖമില്ലാഴികയാണ് ഇവരോട് ചെയ്യാറുള്ളത്. അപ്പോൾ ഭർത്താവ് പലരും പറയുന്നത് കേട്ടു, ഭർത്താവ് അവരൊരു ഷെയർ ചെയ്ത ഓരോ വിഷയങ്ങളാണ്. ഭർത്താവ് പറയുന്നത്, എൻ്റെ മക്കളെ ഇങ്ങനെ പറയാറുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ ഈ അമ്മ അവിടെ ഒറ്റപ്പെടുവാണ്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ അമ്മയ്ക്ക് ഈ ഭർത്താവിന് മാത്രമായിട്ട് എവിടുന്ന് കിട്ടി കുഞ്ഞുങ്ങളെ? എവിടുന്ന് കിട്ടി ഈ കുഞ്ഞുങ്ങളെ ഭർത്താവിന് മാത്രമായിട്ട്? 9 മാസം വേദന സഹിച്ചവരാരെ, 9 മാസം ജോലികളും ചെയ്ത് കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട്, അത് ജോലിയും കൂടെ ചെയ്യുന്നവർ, എന്നെ കണക്കൊക്കെ ജോലിയും കൂടെ ചെയ്തവർ, വെളിയിലത്തെ ജോലിയും കൂടെ ചെയ്തവരും എല്ലാവർക്കും അവർ എന്തുമാത്രം വേദനകൾ, യാതനകൾ, ശാരീരിക മാനസിക വേദനകൾ അനുഭവിച്ച് ആഹാരം പോലും കഴിക്കാനും എടുക്കാനും പറ്റാതെയൊക്കെ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ, ഈ വിഷമമൊന്നും ഭർത്താവല്ലല്ലോ അനുഭവിക്കുന്നത്. ഭർത്താവിന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ശാരീരിക വേദനയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഒരു കുഞ്ഞിനൊരു ഭർത്താവ് ജന്മം കൊടുക്കുമ്പോൾ, അച്ഛനല്ലെങ്കിൽ ജന്മം കൊടുക്കുമ്പോൾ അവിടെ അയാൾക്ക് ശാരീരിക വേദനകളൊന്നും ഇല്ലല്ലോ. ശാരീരിക വേദനകൾ മൊത്തമായിട്ട് ഏൽക്കുന്നത് അവിടെ ആരാണ്? സ്ത്രീയാണ്. പിന്നെ 10 മാസം ചുമന്ന് ഈ കഷ്ടതകളും സഹിച്ച്, വേദനകളും സഹിച്ച്, ജോലിയും ചെയ്ത്, വീട്ടിലെ ജോലിയും ചെയ്തു, എല്ലായിടത്തും കുടുംബം പുലർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞു അവർ.
പിന്നീട് ആ മക്കളുടെ മേലെ ആ മക്കൾ വലുതായി അവർ കൊണ്ടുവരുന്ന മരുമക്കളായിട്ട് വരുന്ന ആൾക്കാർ, അവരെ ഇഷ്ടപ്രകാരമായാലും അല്ലാതെ ആയാലും എങ്ങനെയായാലും വരുന്ന മരുമക്കൾ, പിന്നെ അവർ പറയുന്നത് മാത്രമാണ് ഈ മുക്കാലും മക്കൾ കേൾക്കുന്നത്. ഈ ഒരു സുപ്രഭാതത്തിൽ കടന്നു വരുന്ന മരുമക്കൾക്കറിയില്ല ഈ മക്കളെ ഈ നിലയിലെത്തിക്കാൻ ഈ അമ്മയച്ഛനും പേരൻസ് എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം യാതനകൾ അനുഭവിച്ചാണ് ഇവിടെ എത്തിയത്. പ്രത്യേകിച്ച് അമ്മയാണ് ഇതിൻ്റെ അതിൽ കൂടുതലും യാതന അനുഭവിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ജോലി ചെയ്യുന്ന ഒരമ്മയും വീട്ടിലെ ജോലി ചെയ്യുന്ന അമ്മയും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അങ്ങനെയായിട്ടുള്ള വേദനകളും ഇത്രയൊന്നും എന്തായാലും അപ്പന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കയറി വരുന്ന മരുമക്കളെ അവർക്കറിയില്ലല്ലോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആരാ? ഈ മക്കളല്ലേ, ഈ ആമക്കളല്ലേ. ഞങ്ങളുടെ അച്ഛനും അമ്മയും എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിലെത്തി, എന്നീ സ്ഥാനത്തിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, അവരെ തലയിൽ വെക്കണമെന്നല്ല പറയുന്നത്, അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. പക്ഷേ ഇന്നത്തെ തലമുറയിൽ, എൻ്റെ അനുഭവം ഉൾപ്പെടെയാണ് പറയുന്നത്, ഇന്നത്തെ തലമുറയിൽ ആർക്കും അത് ചെയ്യാൻ മേല. ആർക്കും പിന്നെ അമ്മയെ വേണ്ട. വിവാഹം കഴിയുന്നതോടുകൂടി പിന്നെ മുക്കാലും പേർക്ക് പിന്നെ അമ്മയെ വേണ്ട, പിന്നെ അമ്മയെ അറിയത്തില്ല. അതുവരെയുള്ള കാര്യം മതി അമ്മയുടെ. അത് കഴിയുമ്പോൾ പിന്നെ മുക്കാലും അനുഭവങ്ങളാണ് ഈ പറഞ്ഞത്. എൻ്റെ ഉൾപ്പെടെയുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. വേണ്ട. ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ മക്കൾ ഇങ്ങനത്തെയുള്ള ഇത് കാണിക്കുന്ന സമയത്ത് ഈ അപ്പന്മാരെന്തോ ചെയ്യുമെന്നറിയോ? ചില അപ്പന്മാർ അവരങ്ങ് നല്ല പിള്ള ചമഞ്ഞിട്ട് മക്കളോട് അങ്ങോട്ട് ചേർന്ന് നിൽക്കും. മനസ്സിലായി? മക്കളോട് അങ്ങോട്ട് ചേരും. എന്തിനാ? അവർക്ക് അവർ നല്ലത്. അവിടെ ആരാ? അമ്മ കൊള്ളത്തില്ല. അവിടെ അമ്മ കൊള്ളത്തില്ല. അപ്പോൾ ഈ ഭർത്താവും ഈ ഭാര്യയെ അമ്മയല്ലെങ്കിൽ തള്ളിപ്പറയും. ഇതാണിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും പേര് ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചെടുത്തും വന്നത്. എല്ലാവരും അവരോടെ വിഷമങ്ങൾ ഷെയർ ചെയ്തതിൽ മെയിനായിട്ടുള്ള ആ ഒരു കാര്യം വന്നത് ഇങ്ങനെയാണ്. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ മമ്മൂട്ടി പറയുന്നവർക്ക് ബ്ലഡ് റിലേഷൻ ഇല്ല. പക്ഷെങ്കിൽ ഈ റിലേഷൻ, മക്കളെന്ന റിലേഷന് ഈ ഭർത്താവിന് നേടിക്കൊടുത്തതാരാ? ആര് മുഖാന്തരമാണ് ഈ ഭർത്താവിന് മക്കളെന്നുള്ള റിലേഷൻ ഉണ്ടാക്കി കൊടുത്തത്? മറ്റ് റിലേഷൻസ് എല്ലാം ഉണ്ടായത് ഇവിടുന്ന. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം ഈ മക്കൾ പിന്നെ അപ്പനെ അമ്മയെ അറിയത്തില്ല. അവർക്ക് ചിലവിന് കൊടുക്കണോ, അവർക്കുണ്ടോ, അവരെങ്ങനെ കഷ്ടപ്പെട്ട അവരെ പഠിപ്പിച്ച് അവർ സ്വയം ജീവിക്കാതെന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഇതൊക്കെയും ഒറ്റ സുപ്രഭാതത്തിൽ വിവാഹത്തോടു കൂടി മറന്നുപോയി. പിന്നെ ആ അമ്മയെ അറിയത്തില്ല, അപ്പനെ അറിയത്തില്ല, ആരെയും അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്ക് ജോലി ചെയ്തിട്ട് റിട്ടയറായ ഒരു മാഡമാണ്. അപ്പോൾ ആ പുള്ളിക്കാരി പറയുകയാണ്, നേരത്തെ അമ്മായിയമ്മമാരെ ഒരു ശകലം ഒരു ഇതുണ്ടായിരുന്നു, മരുമക്കൾക്ക് ശകലം ഒരു ഭയമോ ഒരു ഭവ്യത, ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് നേരെ തിരിച്ചാണെന്ന്. മരുമകൾ ഓർഡറാ, അമ്മേ അവള് ഇത് ചെയ്ത് വെച്ചേക്കണം, അത് ചെയ്ത് വെച്ചേക്കണം, നാളെ അതുണ്ടാക്കിയാൽ മതി, വൈകിട്ട് ഇതുണ്ടാക്കിയാൽ മതി, ഓർഡറാണെന്ന് അവർ പറയുക. ഇപ്പോൾ ഓർഡറാണ്. അവിടെ മക്കളെ നോക്കണം ഒക്കെ. അവർ നോക്കരി ചെയ്യുന്നു, ഈ മരുമോൾ നോക്കരി ചെയ്യുന്ന. അപ്പോൾ ആ സ്ത്രീ പറയുകയായിരുന്നു, ഞാനും ബാങ്കിൽ ജോലി ചെയ്തു, കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ പഠിപ്പിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത്. ഒരു മേടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും മേടുണ്ട്. ഒരു മേടും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ എന്തോ ഒരമ്മയെന്നുള്ള നിലയ്ക്ക് ബാധ്യതകളേറി വരിക. അവർ പ്രായം ചെല്ലുന്നതോറും അവർക്ക് ബാധ്യതകളേറി വരിക. ആദ്യം സ്വന്തം മക്കളെ വളർത്തി അവരെ ഒരു സ്ഥാനത്തെത്തിക്കാനൊക്കെ കൊണ്ടാകുന്നത് കഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ചെയ്തു എടുത്തു. അത് കഴിഞ്ഞ് അവരുടെ കൊച്ചുമക്കൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ പോറ്റണം, പിന്നെ അവരെ നോക്കണം, പിന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണം, അവരെ വളർത്തണം, എടുക്കണം. അപ്പോൾ ഈ അമ്മയെന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയാണ് സ്വാതന്ത്ര്യം?
എവിടെയാ സ്വാതന്ത്ര്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? അത്ര ഇങ്ങ് കഷ്ടപ്പെടേണ്ടെന്ന ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കേ. നമ്മളിപ്പം ജന്മം കൊടുത്ത ഓരോ മാതാപിതാക്കളും ജന്മം കൊടുത്ത ഓരോ അമ്മ ജന്മം കൊടുത്ത മക്കളാണെങ്കിൽ ആ 2 മക്കളോ 3 മക്കളോ അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു, അവരെ പഠിപ്പിച്ചു, അവരെ വലുതാക്കി, അവർക്ക് ഓരോ ജീവിതങ്ങളായി, അവർക്ക് മക്കളായി. അതോടെ നമ്മൾ കുറച്ചൊക്കെ ഉത്തരവാദിത്വം അതോടെ തീരണം നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാതെ പിന്നെയും നമ്മൾ അയ്യോ മോൻ്റെ മക്കളെ അല്ലെങ്കിൽ മോടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ എന്നും പറഞ്ഞ് ചാകാനും എടുക്കാനും നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാനാ? ആര് നിങ്ങളെ നോക്കുന്നു? ഏത് മക്കളും നിങ്ങളെ നോക്കുന്നു, സംരക്ഷിക്കുന്നു? പണ്ട് ഒരു കോടതി വിധി പറഞ്ഞത് കണക്ക് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തി എടുത്തു, നിങ്ങളെല്ലാം ചെയ്തു. അത് അവരുടെ മക്കളാണ്. അത് നിങ്ങളുടെ മോൻ്റെയോ മരുമോടെയോ മക്കളാണ്. അവരെ സംരക്ഷിക്കേണ്ടതും നോക്കേണ്ടതും ചെയ്യേണ്ടതും എല്ലാം അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്യട്ടെ. നിങ്ങൾ പിന്നെയും എന്തിനാ നിങ്ങൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ നല്ല സമയത്തും നിങ്ങൾ ജീവിച്ചില്ല. ഇനി നിങ്ങളെ വാർദ്ധക്യത്തെങ്കിലും ഈ സമയത്തെങ്കിലും ഒരു 60 കഴിഞ്ഞ സമയത്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണിയും ഒക്കെ എടുത്തും കുറച്ചൊക്കെ തന്നെത്താനെ സന്തോഷമായിട്ടിരിക്കാൻ നോക്ക് അല്ലേ? ഇപ്പം വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ വളർത്തി മരുമക്കൾ വന്നു, അത് കഴിഞ്ഞ് മോൻ അവരുടെ സ്വന്തമായി, പിന്നെ ആരുമില്ല, പിന്നെ അവന് അമ്മയില്ല, ആരുമില്ല, അമ്മയെ അറിയത്തില്ല. അമ്മയുണ്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടോ, ഒരു ഫോൺ കോളിന് പോലും ഉപകാരമില്ലാത്ത മക്കളാണ് ഇന്നുള്ളത്. പിന്നെ എന്തിനാ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്? അവരായി അവരെ പാടെ അവർ ജീവിച്ചോട്ടെ. അവർ നമുക്കൊക്കെ ഒന്നും തന്നില്ലെങ്കിലും വേണ്ടിയല്ല, അവരായിരിക്കുന്നിടത്ത് അവർക്ക് നിൽക്കുന്നത്. അവർക്ക് സന്തതി ഉണ്ടല്ലോ, അവർ വളർത്തുന്നുണ്ടല്ലോ. അവരുടെ സന്തതിയും വരുമ്പോൾ അവരോടത് ചെയ്യാതിരിക്കട്ടെ. ഇവർ കാണിച്ചത് കണക്ക് അവരുടെ മക്കൾ അവരോട് ചെയ്യാതിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്മമാരാണ് ഇന്ന് എല്ലാ കുടുംബത്തിലും അധികപ്പറ്റ അമ്മമാരാണ്. ഭർത്താവിനുൾപ്പെടെ. ഭർത്താവ് മക്കളെ എല്ലാവർക്കും ആരാ? അമ്മ. കൊള്ളത്തില്ല. കാരണം അമ്മയാണ് കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൻ പറയുന്നില്ലല്ലോ. കൂടുതലും മക്കളെ അഡ്വൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മക്കളെ എപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ടിരുന്ന് കരഞ്ഞു വിളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും അയ്യോ അവർക്ക് ആപത്തുള്ളത് ഇതാരാ ചെയ്യുന്നത്? മക്കൾക്ക് വേണ്ടിയിട്ട് ഉപവാസം എടുക്കുന്നു, ഫാസ്റ്റിങ് എടുക്കുന്നു, നോയമ്പെടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നതാരാ? അപ്പന്മാരാണ്, അമ്മമാരാണല്ലോ. കാരണം അവർക്ക് നൊന്തത് കൊണ്ടാണ് അവരുടെ മക്കൾ നാളെ ഒരു വിഷമത്തിലാകരുത്, ഒരു കഷ്ടത്തിലാകരുതെന്ന് ഓർത്ത് ആ നെടുനീളം ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് അപ്പന്മാർ ചെയ്യുന്നത് എന്തുവാ? അപ്പന്മാരിങ്ങനെ വന്നിട്ട് കഴിച്ചും കുടിച്ചും എല്ലാം എടുത്ത് 2 പെഗ്ഗും അടിച്ചിട്ട് കയറി കിടക്കും. എവിടെ ദൈവത്തെ വിളിക്കുന്നു? അപ്പോഴും കരഞ്ഞു വിളിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരെ ഒന്നും വരുത്തരുത് എടുത്തരെ ഈ മദ്യം കുടിച്ച് കിടക്കുന്ന ഭർത്താവിന് പോലും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ഈ അമ്മമാരെ. ലാസ്റ്റിൽ അവർക്കാരുണ്ട്? അവർക്കാരുമില്ല. അവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവരോ അല്ലെങ്കിൽ അമ്മായിയമ്മമാരായിട്ടുള്ളവരോ മക്കൾ എല്ലാമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളങ്ങ് അധികമായിട്ടങ്ങ് കൊച്ചുമക്കളെ എന്നും പറഞ്ഞൊന്നും അധികം നിങ്ങളങ്ങ് ജീവിതം ഒഴിഞ്ഞു വെക്കാൻ പോകരുത്. ആവശ്യത്തിന് മതിയെന്നേ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു സ്ഥാനത്താക്കിയില്ലേ, അതോട് നിങ്ങൾ നിർത്തേ. ഇനി അവരുടെ മക്കളാ, അവർ നോക്കട്ടെ, എടുക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. നിങ്ങൾ പിന്നെയും മക്കളെ കൊച്ചുമക്കളെ എന്ന് പറഞ്ഞ് നിങ്ങൾ അത്രയും ചാകാതെ. അതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ ഒരു ജനറേഷനിൽ ആവശ്യമില്ല. ഇന്നെല്ലാവരും ന്യൂ ജനറേഷന് അവർക്കറിയാം മക്കളെ നോക്കാനേ, വളർത്താനേ, എടുക്കാനേ എല്ലാം അവർക്കറിയാമെന്നല്ലേ അവർ പറയുന്നത്. ഞങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ പ്രായമുള്ള അപ്പനും അമ്മയും മക്കളെ വലിയപ്പനും മക്കളെ നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അത് അവരുടെ സ്റ്റാറ്റസിന് ചേരുന്നതല്ല. മക്കളെ വഷളാക്കി കളയുന്നെന്ന് അവരും പറയുന്നത്. അപ്പം പിന്നെ എന്തിനാണെന്നേ ഈ വയ്യവേലിക്കൊക്കെ പോകുന്നത്? വേറെ പണിയില്ലേ? കുറച്ചൊക്കെ അവനവന് വേണ്ടിയിട്ട് ജീവിക്കുക അമ്മമാർ. പ്രത്യേകിച്ച് എനിക്ക് അമ്മമാരോടാണ് പറയുന്നത്. എന്നെ പോണക്കും ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. എന്നെ പോണക്കും സ്നേഹം കൊടുത്ത് സ്നേഹിച്ചും എല്ലാം എടുത്തിട്ട് ഇന്ന് വേദന മാത്രം നമുക്ക് തിരിച്ച് ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ പാർക്കിൽ കൂടി വന്ന സ്ത്രീകൾക്കെല്ലാം ഇതാണ് പങ്കുവയ്ക്കാനുള്ളത്. അതാണ് ഇങ്ങനെ ഒരു പൊതുവിഷയമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയത്തെ ഉപയോഗിക്കുക.
യോഗയൊക്കെ ചെയ്യുക, ഇച്ചിരൊക്കെ നടക്കാൻ പോവുക, എടുക്കുക, നിങ്ങളുടെ സന്തോഷം. അതുകൊണ്ടാണ് അവരെല്ലാവരും വന്ന് യോഗ ചെയ്യുന്നത്. അവർ പറയുന്നത് എന്താ, വീട്ടിലിരുന്ന് എന്താ പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, പിന്നെ ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, പിന്നെ ആ സമയം ഇവിടെ നല്ല ഫ്രഷ് ഓക്സിജനും ശ്വസിച്ച് ഈ പാർക്കിൽ വന്ന് യോഗയും ചെയ്തു അവനവൻ്റെ സന്തോഷത്തെ ഉണ്ടാക്കുക. അതെല്ലാവരും പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഞാൻ സ്വയം കണ്ടെത്തുക ചെയ്യുന്നത്. എന്നെ എൻ്റെ കെട്ടിയവൻ സന്തോഷിപ്പിക്കാറില്ല, എൻ്റെ മക്കൾ സന്തോഷിപ്പിക്കാറില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ എൻ്റെ സന്തോഷം ഞാൻ സ്വയം കണ്ടെത്തുന്നു. നമ്മളും ജീവിതത്തിലൂടെ നീളം കഷ്ടപ്പെട്ടവരാ, പ്രവാസിയായിട്ടും എല്ലാം ജോലി ചെയ്ത് മക്കളെയൊക്കെ ഒരു തരത്തിലെത്തിച്ചവരാ. ഇന്ന് ആർക്ക് വേണം? ഏതാ പറയുന്നത്, എന്തുമാത്രം നമ്മൾ സ്നേഹം കൊടുത്തോ, എന്തുമാത്രം നമ്മൾ ഉപകാരം ചെയ്തു, എന്തുമാത്രം നമ്മൾ കഷ്ടത സഹിച്ചോ, മക്കളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇങ്ങനെ നമ്മളോട് തിരിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയുണ്ടോ, ആ വേദന അവരനുഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ, അവരുടെ തലമുറ അവർക്ക് കൊടുക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനും ആശ്വസിക്കാനും പറ്റത്തുള്ളൂ. പിന്നെ കർമ്മഫലം എന്നൊരു കാര്യം ഉണ്ടല്ലോ, കർമ്മഫലം. കർമ്മഫലത്തെയും ദൈവത്തെയൊക്കെ ഭയക്കുന്നവരാരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, പറയത്തില്ല, പ്രവർത്തിക്കത്തില്ല. അപ്പം ഇന്ന് ടോട്ടലി അമ്മമാർ ഈ ഒരവസ്ഥയിൽ തന്നെ. ഇവിടെ ഇപ്പം ഞാനീ പാർക്കിൽ ചെല്ലുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി, ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസാണ്, ഇവിടുത്തെ ഡൽഹിയിലെ ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും കൂടി വരുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് മാത്രം, എന്താ, അമ്മ അധികപ്പറ്റ്. അമ്മയെ ആർക്കും വേണ്ട. മോൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതൊന്നും മോൻ അറിയണ്ട. പിന്നെ ഭാര്യയെ പേടിച്ചോ ഭയന്നോ ഒക്കെ കൊടുക്കുന്നു. ഇന്ന് ഒരു സ്ത്രീ പറയുന്നു, തള്ളയുടെ ബർത്ത്ഡേക്ക്, ഇന്ന് രാവിലത്തെ കാര്യമാണ് പുള്ളിക്കാരി പറയുന്നു, പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് മോനെ മരുമോളെ പാത്ത് ഇച്ചിരി പൈസ അമ്മയുടെ കൊടുക്കുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കാൻ. ഇങ്ങനെ ഉണ്ട്. അമ്മയ്ക്ക് കണക്കില്ലല്ലോ, അമ്മമാരെന്ന് പറയുന്നവർക്ക് കണക്കില്ലല്ലോ. ഞാൻ പ്രവാസിയായിട്ട് 10-17 വർഷം ജോലി ചെയ്തു, എൻ്റെ കേസ് ഒരു കണക്കുമില്ല, എനിക്ക് കണക്ക് പുസ്തകമില്ല, അമ്മമാർക്ക് കണക്ക് പുസ്തകമില്ലല്ലോ. എല്ലാവരും ചില വീഡിയോയിലൊക്കെ ചിലരൊക്കെ പറയുന്നേക്കോ, അപ്പനാ കഷ്ടപ്പെടുന്ന ഇതിലേക്കും കഷ്ടപ്പെടുന്ന എത്ര അമ്മമാരെ പിടിച്ച് എത്ര പേര് പറയുന്നുണ്ട്. പ്രവാസിയായിട്ട് ജോലി ചെയ്ത് എപ്പോഴും എൻ്റെ കൂട്ടുകാരികൾ എത്രയോ പേര് വർഷങ്ങളായിട്ട് പ്രവാസികളായിട്ട് ഇറ്റലിയിലെ, ഇസ്രയേലിലെ, അവിടെ കുവൈറ്റിലെ, അവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നു. അവരുടെ ഭർത്താക്കന്മാർ നാട്ടിൽ തന്നെ ചെയ്യുന്നു. ചില വീഡിയോയിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടോ, അയ്യോ അച്ഛനാണെങ്കിൽ പണിയെടുത്തങ്ങ് അച്ഛനാന്ന്. പക്ഷേ ഈ പണിയെടുത്ത് ജോലി ചെയ്ത് മക്കളെ ഒരു സ്ഥാനത്ത് എത്തിച്ച് അമ്മയെപ്പറ്റി ആരും പറയാറില്ല. ആ സമയത്ത് അപ്പന്മാർ തോന്നിയാസം നടന്നിട്ട് കള്ളും കുടിച്ചു അതും കുടിച്ചതൊക്കെ നടക്കുന്നവന്മാരാ, അവളുമാരവിടെ നിന്ന് അയക്കുന്നതും കൊണ്ട് അവരെ പറ്റിയൊന്നും ആരും പറയാറില്ല. അപ്പോൾ പ്രവാസികളായിട്ട് ആയിരുന്നിട്ടുള്ള പിന്നെ അമ്മമാരെ പറ്റിയും പറയണം. പ്രവാസികളായി കഴിയുന്ന അച്ഛന്മാരെ പറ്റിയല്ല മാത്രമല്ല, അമ്മമാരെ പറ്റിയും പറയണം. അമ്മമാരുടെ കഷ്ടപ്പാടിനെ ആരും പറയാറില്ല. അച്ഛൻ കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അമ്മമാരെവിടെ പോയി? അമ്മമാരുടെ കഷ്ടപ്പാടിനെ എന്തുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല? അതുകൊണ്ട് എനിക്കിപ്പം എൻ്റെ പ്രായത്തിലുള്ളവരും അല്ലെങ്കിൽ അമ്മമാരായിട്ടുള്ളവരോടും എല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കളെ കൊച്ചുമക്കളെ എന്നും പറഞ്ഞൊന്നും ചാകാൻ നടക്കാൻ, നിങ്ങളും കൂടെ അല്പം നിങ്ങളുടെ ജീവിതം കൂടെ ആസ്വദിക്കാൻ നോക്കുക. ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന സമയത്തായാലും അല്പസമയം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രയൊക്കെ പോയി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കൂട്ടുകാരുമായിട്ടൊക്കെ, ഇപ്പം ഈ സീനിയർ സിറ്റിസൺസിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ടൂറൊക്കെ ഒന്ന് പോയി സന്തോഷമൊക്കെ പങ്കിടുകയും എടുക്കുകയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം.